ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ OCI കാർഡ് എങ്ങനെയാണ് എടുക്കണേ എന്നുള്ളതാണ്. അതിപ്പം ഇന്നത്തെ ഒരു കേസ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ OCI കാർഡല്ല, OCI കാർഡ് എങ്ങനെയാണ് റിന്യൂ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പല കാരണം കൊണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. ഇപ്പം വലിയവരുടെ കാര്യമാണെങ്കിൽ 50 വയസ്സിന് മേളിലുള്ളവർക്കാണെങ്കിൽ അവരുടെ പാസ്പോർട്ട് മാറുമ്പോൾ നമ്മൾ OCIയും പുതുക്കണം. ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല ഇതുവരെ. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും പേഴ്സണൽ പർട്ടിക്കുലേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ പേരോ ഒക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ OCI പുതിയതായിട്ട് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ കേസിലാണെങ്കിൽ ചെറിയ ചെറിയ കാലാവധിയിലായിരിക്കും പിള്ളേരുടെ കേസുകൾ. പാസ്പോർട്ട് 3 വർഷം 5 വർഷമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പാസ്പോർട്ടും റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ട് OCI അവർക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ പുതിയതായിട്ട് OCI എങ്ങനെ നമ്മൾ റിന്യൂ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് കമ്പ്യൂട്ടറിൽ പോയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ പോകേണ്ട സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCI സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ വെബ്സൈറ്റ്, OCIservices.gov.in. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് വെബ്സൈറ്റ്. ഇപ്പോൾ PMKS എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ വരും, അതെല്ലാം ക്ലോസ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ OCI മിസ്ലേനിയസ് സർവീസസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് ബിഫോർ യു സ്റ്റാർട്ട് check your eligibility for your new OCI card before you start your registration. അപ്പോൾ അതുപോലെ പറയുന്നത് മിസ്ലേനിയസ് സർവീസ് എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ബി ആൻ എക്സിസ്റ്റിംഗ് OCI കാർഡ് ഹോൾഡർ ആയിരിക്കണം. അതിനാണ് നമ്മൾ മിസ്ലേനിയസ് സർവീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ കേസ് പുതിയ പാസ്പോർട്ട് നമുക്ക് വന്നു കഴിയുമ്പോൾ ആ പാസ്പോർട്ടുമായിട്ട് OCI ലിങ്ക് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ്, അതായത് പേര് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നാഷണാലിറ്റി അങ്ങനെ ഉള്ള സോൺസോ കാര്യങ്ങൾ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് ലോസ് ഓഫ് ഡാമേജ് ഓഫ് OCI രജിസ്ട്രേഷൻ, പിന്നെ ഇൻ കേസ് ഓഫ് ചേഞ്ച് ഓഫ് അഡ്രസ്, ഓക്യുപ്പേഷൻ, ഇതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ മിസ്ലേനിയസ് സർവീസസ് ഉപയോഗിക്കാം. അതാണ് പറയുന്നത് അവർ. പിന്നെ പ്രീ റിക്വസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ആപ്ലിക്കൻസിൻ്റെ ഇമേജാണ് വേണ്ടത്, ഫോട്ടോ. ആ ഫോട്ടോയുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. 200 പിക്സൽസ് ബൈ 200 പിക്സൽസ് ആയിരിക്കണം. അതുപോലെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഇതിൻ്റെ റിക്വയർമെൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള പാസ്പോർട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്. ഞാനിപ്പോൾ അതിനകത്തേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം വേണം. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ, അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം എന്ന് പറയുന്നത്. PDF ഫോമാറ്റിലാണ് അത് ചെയ്യേണ്ടത്. മറ്റേ ഫോട്ടോയും സിഗ്നേച്ചറും മറ്റേ JPEG-ലാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ആഫ്റ്റർ രജിസ്ട്രേഷൻ നമുക്ക് നമ്പർ കിട്ടണം. ആ നമ്പർ വെച്ചിട്ട് നമ്മൾ പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതിനെ പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്താലോ. അപ്പോൾ ലെറ്റ്സ് ഗോ. പ്രൊസീഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ബ്ലോക്ക് ലെറ്റേഴ്സിൽ ഫില്ല് ചെയ്യണം. അതേപോലെ 18 ഇയേഴ്സിന് താഴെ മൈനറായിട്ടാണ് വെക്കുന്നത്. മൈനർ കാൺ സൈൻ. നമുക്ക് തമ്പ് ഇംപ്രഷൻ വെക്കാമെന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കേസാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് തമ്പും പെൺകുട്ടികളാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പുമാണെന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫ് വേണം. 2 ഫോട്ടോഗ്രാഫ് നമുക്ക് വേണം. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് വേറെ, അത് അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് നമുക്കത് റീയൂസ് ചെയ്യാം ആ ഫോട്ടോ. അതേപോലെ അതിൻ്റെ ആ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യണം. കോപ്പി ഓഫ് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. നമ്മളിത് ഫില്ല് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ സൈൻ ചെയ്ത്, പിന്നെ അതിൻ്റെ കൂടെ 1-2 ഡോക്യുമെൻറ്റ്സ് കൂടെ എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യണത്. പിന്നെ ഫ്രഷ് ആപ്ലിക്കൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. ആപ്ലിക്കൻസ് അപ്ലൈയിങ് ഫോർ OCI കാർഡ് ടു അപ്ലോഡ് ആപ്ലിക്കൻസ് ഇമേജ് ആൻഡ് ആപ്ലിക്കൻസ് സിഗ്നേച്ചർ, അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹൈറ്റും വെഡ്ത്തും അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് റെഡിയാണോ, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ റെഡി ആയിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ തുടങ്ങാനായിട്ട്. അപ്പോൾ അതെല്ലാം വായിച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഐ ഹാവ് റെഡ് ദി ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാം. അപ്പം ദീസ് സർവീസസ് ക്യാൻ ബി അവൈൽഡ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് OCI ഡോക്യുമെൻറ്റ്സ് ഇൻ ദ ഫോളോയിങ് കാറ്റഗറി ഓഫ് കേസസ്. അപ്പോൾ അതെല്ലാം ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിന് ചെറിയ ഈ ബോക്സിൽ വന്നേക്കണ ഈ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ 3A4B P
9. അപ്പോൾ ഇതാണ് അവിടെ പറഞ്ഞേക്കുന്ന നമ്പർ, നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിനകത്ത് 2 സെക്ഷനാണ് വരുന്നത്. അതായത് ഫ്രഷ് ആപ്ലിക്കേഷൻ ആണോ അതോ കംപ്ലീറ്റ് പാർഷ്യലി ഫിൽഡ് ആപ്ലിക്കേഷൻ. നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ ഒരൊറ്റ ഇരിപ്പിന് തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെഫറൻസ് നമ്പർ എടുത്തിട്ട് പിന്നെ അത് പോയി കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് തോന്നുന്നു 5 ദിവസം എന്തോ സമയമുണ്ടെന്ന് തോന്നുന്നു അത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്രഷ് ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്, ഫ്രഷ് OCI റിന്യൂവലാണ് ചെയ്യുന്നത്. അപ്പം ഈ ഫ്രഷ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്യാനുള്ള സെക്ഷൻ വരും. അപ്പോൾ അതിനകത്ത് ചോദിച്ചേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്പർ നമ്മൾ അപ്ലൈ ചെയ്യണം ഫസ്റ്റത്തെ ഫീൽഡിൽ. രണ്ടാമത്തെ കേസിൽ നമുക്ക് OCI ഫയൽ നമ്പർ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഒന്നില്ലെങ്കിൽ OCI നമ്പർ, അല്ലെങ്കിൽ വിസ നമ്പർ, അല്ലെങ്കിൽ OCI ഫയൽ നമ്പർ. അത് നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അവരത് ചോദിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മദേഴ്സ് നെയിം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ സെലക്ട് എനി സർവീസസ് അറ്റ്ലീസ്റ്റ് 1. അപ്പോൾ നമ്മുടെ ചേഞ്ച് ഓഫ് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് അഡ്രസ്സ് ചെയ്യാം, ചേഞ്ച് ഓഫ് ഒക്യുപ്പേഷൻ ചെയ്യാം. അതേപോലെ ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോസിൻ്റെ അത് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ലോസ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഒക്യുപ്പേഷൻ ചേഞ്ച് ചെയ്യണം, അതുപോലെ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് ഓഫ് പാസ്പോർട്ട് പർട്ടിക്കുലേഴ്സ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചേഞ്ച് ചെയ്യണമല്ലോ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോസ് ഇല്ലാതെ ബാക്കിയെല്ലാം ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് മിഷനിലാണ്, എവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന്, ലണ്ടനിലാണ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ലണ്ടൻ അത് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് നമ്പർ ഇൻ വിച്ച് OCI ഷുഡ് ബി ട്രാൻസ്ഫേർഡ്. അപ്പം നമ്മുടെ പുതിയ പാസ്പോർട്ട് നമ്പർ ഇതിൽ ചെയ്യണം. അപ്പോൾ പുതിയ പാസ്പോർട്ട് നമ്പർ എഴുതുക. ഇഷ്യൂ പ്ലേസ് ലണ്ടനിൽ തന്നെ കൊടുത്താൽ മതി. അത് ഇഷ്യൂ ഡേറ്റ് വന്നിട്ട് 24th February 2021. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. അപ്പം നമ്മുടെ സർനെയിം, അപ്പോൾ നമ്മളതുപോലെ വിസിബിൾ മാർക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ അഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അഡ്രസ്സ് പുള്ളിയുടെ ചേഞ്ച് ആയിരുന്നു. അതേപോലെ ഒക്യുപ്പേഷനും. അപ്പം അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. എൻ്റെ ഒരു ഈ നമ്പർ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് ടിൽ നൗ യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് പാർട്ട് എ. ആഫ്റ്റർ അപ്ലോഡിങ് ഇമേജ് ആൻഡ് സിഗ്നേച്ചർ യു ബി റീഡയറക്റ്റ് ടു ഫിൽ ദി പാർട്ട് ബി ടു കംപ്ലീറ്റ് ദി രജിസ്ട്രേഷൻ എന്ന് പറയണേ. അപ്പം ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ ഫോട്ടോയും അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെ സംഭവം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടോ നോക്കുക. എന്നാലേ നമുക്ക് പാർട്ട് എയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ട് ബിയിലാണ് മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്യണേ. അപ്പോൾ ഞാനിത് ഓൾറെഡി എന്നെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്കാനിങ് പ്രോസസ്സ് നിങ്ങളിത് ഉടനെ തന്നെ കാണിക്കാം. ഞാനിത് സ്കാൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പോയാലോ. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷനാണ്, എക്സിറ്റ് നൗ അല്ലെങ്കിൽ യെസ് ഐ ആം റെഡി വിത്ത് ദി ഇമേജ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പറയണേ ആപ്ലിക്കൻസ് ഫോട്ടോ വിച്ച് യു സെലക്റ്റഡ് ഈസ് ആസ് പെർ ഇൻസ്ട്രക്ഷൻസ്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദെൻ ക്ലിക്ക് ക്രോപ്പ് ബട്ടൺ ആൻഡ് ഡ്രാഗ് ദ വൈറ്റ് സെലക്റ്റഡ് ഏരിയ. പക്ഷേ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നത്, വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. ഇനി നമുക്ക് സിഗ്നേച്ചർ ഫയൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒത്തിരി വലുതായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അല്പം ക്രോപ്പ് ചെയ്യാതെ
ഇപ്പോൾ ക്രോപ്പ് ചെയ്തപ്പോൾ അത് ഫൈൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ക്രോപ്പ് സെലക്ഷൻ ഈസ് ഫൈൻ. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. അപ്പോൾ ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് അതിനകത്ത് ചോദിക്കുന്നുണ്ട് അവർ, ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിട്ടുണ്ടോ, കറക്റ്റാണോ എന്നുള്ളത്. കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ റെഫറൻസ് നമ്പർ മേളിലുണ്ട്, കണ്ടല്ലോ. അതുപോലെ ടെമ്പററി ആപ്ലിക്കേഷൻ ID ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ പുതിയ ഫയലിന് നമ്മുടെ OCI കാർഡിലാണെങ്കിലും വരുന്ന നമ്പർ ഇതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ നമ്പർ ആയിരിക്കും വരുന്നത്. ഇത് അതുപോലെ തന്നെ ടെമ്പററി ആപ്ലിക്കേഷൻ ID. എനിക്ക് തോന്നുന്നു ടെമ്പററി ആപ്ലിക്കേഷൻ ID വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇഫ് യു വോണ്ട് ടു അപ്ലോഡ് അഗെയിൻ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു അപ്ലോഡ് അഗെയിൻ ഐ ഹാവ് അപ്ലോഡ് സക്സസ്ഫുള്ളി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പരിപാടി. അപ്പം നമുക്ക് ഈ സംഭവങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഡി ആണെങ്കിൽ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിലാണ് മറ്റുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം പാർട്ട് ബിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡി ആണെങ്കിൽ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോ സ്കാൻ ചെയ്യുന്നത് നമ്മുടെ ഈ OCI ആപ്ലിക്കേഷൻ ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെൻഡയിലുള്ളത് HP പ്രിൻ്ററാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഫോട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വരികയാണ്. കമ്പ്യൂട്ടറിൽ വന്നിട്ട് കമ്പ്യൂട്ടറിൽ നമ്മുടെ സ്കാൻ ഓപ്ഷൻ നമ്മൾ തുറക്കുവാണ്. തുറന്നിട്ട് നമ്മുടെ സെലക്ട് ഡിവൈസസ് സെലക്ട് ചെയ്ത് നമുക്ക് വേറെ ഏതെങ്കിലും എക്സ്ട്രാ പ്രിൻ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിവൈസ് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്കാൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളിപ്പം ഇതിപ്പോൾ PDF കിടപ്പുന്നുണ്ട്, JPEG കിടപ്പുണ്ട്. നമുക്ക് JPEG ആയിട്ടാണ് ഒബ്വിയസ്ലി ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ JPEG ഓൾറെഡി ഉണ്ട്, അത് സേവ് ആസ് JPEG എന്ന്. അതുപോലെ തന്നെ ഇമെയിൽ അയക്കാനുള്ള ഓപ്ഷൻ താഴെയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഡോക്യുമെൻ്റ് ടൈപ്പിൽ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക, ഫോട്ടോ എന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ഫോട്ടോസ് വന്നിട്ടുണ്ട്. പക്ഷേ വേറെ ഓപ്ഷൻസ് ഒന്നും സെലക്ട് ചെയ്യരുത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഒരു ഫോട്ടോ കോൺഫിഗറേഷൻ കിട്ടില്ല. പിന്നെ ബാക്കിയുള്ളത് കളർ ഓപ്ഷൻ താഴെയുണ്ട്. ബാക്കിയെല്ലാം നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കാൻ വന്നിട്ട് സ്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഇതാക്കാം. എന്നിട്ട് സേവ് ചെയ്യുക. നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫോൾഡറോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യണമെങ്കിൽ മാറ്റിക്കൊടുത്ത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. JPEG ആയിട്ടാണ് കേട്ടോ സേവ് ഫയൽ, JPEG ആയിട്ടാണ് സേവ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അതിനകത്ത്. അപ്പം അതിൽ ചോദിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു ഓർ എനി മെമ്പർ ഓഫ് ഫാമിലി അപ്ലൈഡ് ഫോർ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ ഏർലിയർ. അപ്പം നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം യെസ് കൊടുക്കുക അതിന്. അപ്പോൾ അതിൽ നമ്മുടെ പേര് തന്നെ എഴുതിച്ചാൽ മതി. മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ OCI. അപ്പം അതിനകത്ത് നമ്മുടെ പേര് തന്നെ എഴുതിയാൽ മതി. അപ്പം മുമ്പത്തെ OCIയുടെ ആ നമ്പറും സംഭവം എഴുതിയാൽ മതി. നെയിം, അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമുക്ക് ആരെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പം ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും വൈഫിനോ സ്പൗസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ OCI ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് നമ്പർ കൊടുക്കുക, അവർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. ഞാൻ സാധാരണ അപ്ലൈ ചെയ്യുമ്പോൾ അതെല്ലാം കൊടുക്കാറുണ്ട്. ഇതിപ്പം സ്വന്തമായിട്ടുള്ള ഇതാണ് കൊടുത്തത്, പഴയ OCI ഡീറ്റെയിൽസാണ് കൊടുത്തത്. പിന്നെ ചോദിക്കണം, ഹാവ് യു സറണ്ടേർഡ് ഓർ ഗോട്ട് യു പ്രീവിയസ് go cancelled. Have you surrendered or got your previous OCI go cancelled? No. Holding dual nationality? No. Asylum? No. Pakistan or Bangladesh? No. Convicted under? No. Ever been refused entry? No. Have you been associated with any organization? Nothing. No. Have you ever been engaged in human trafficking, drug trafficking? No. Have you been engaged in cybercrime?
അപ്പോൾ നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ബി സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു പേജിലേക്ക് വരുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചോദിക്കുന്ന കറൻറ്റ് പാസ്പോർട്ട്, എംപ്ലോയ്മെൻറ്റ് ഓർ വർക്ക് ലെറ്റർ അത് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇന്ത്യൻ ഒറിജിൻ പ്രൂഫ് ചോദിക്കുന്നുണ്ട്, ഇന്ത്യൻ വിസ ചോദിക്കുന്നുണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, PIO കാർഡ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, സ്പൗസ് OCI കാർഡ്, ഇത്രയും സാധനങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുക. മാക്സിമം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക, കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പിന്നെ നമ്മൾ പറഞ്ഞ് തിരിച്ചയക്കാനായിട്ട് ഇടവരുത്തരുത്. അപ്പം ഇത്രയും ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ അപ്ലോഡ് പ്രോസസ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാസ്പോർട്ടിൻ്റെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. നോക്കട്ടെ അത്. പാസ്പോർട്ട് അപ്ലോഡ് ചെയ്തു. അടുത്തത് വന്നിട്ട് ഇന്ത്യൻ വിസ അല്ലെങ്കിൽ OCI കാർഡ്. അതും അപ്ലോഡ് ചെയ്തു. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ്. അങ്ങനെ നമ്മൾ അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം കാണിക്കും നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ 3 സാധനമായിരുന്നു ഈ ഒരു കേസിൽ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നത്. കറൻറ്റ് പാസ്പോർട്ട്, ഇന്ത്യൻ വിസ എന്ന് പറയുന്നത് ഇന്ത്യൻ OCI ആണ്. നമ്മുടെ OCI പഴയ OCI അപ്ലോഡ് ചെയ്തു. OCI ബുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഞാൻ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബ്രിട്ടീഷ് പാസ്പോർട്ടിലുള്ള OCIയുടെ വിസയാണ്. OCIയുടെ ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അതാണ് അപ്ലോഡ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ 2 പേജ് അപ്ലോഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്ത്. അതുപോലെ തന്നെ കറൻറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. ഇത്രയും സാധനങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ ഫൈനൽ സബ്മിറ്റിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് ഫോം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ സബ്മിഷൻ, എക്സിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതാണ് നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഫോം ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോം വെരിഫൈ ചെയ്യുക. ഫോം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫോം പ്രിൻ്റ് ചെയ്യുക, എന്നിട്ട് സൈൻ ചെയ്യുക. പിന്നെ എന്നിട്ട് കുറച്ച് ഡോക്യുമെൻ്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. ഞാനിപ്പോൾ ഇത് ഫോം ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. അപ്പോൾ OCI അപ്പോയിൻമെൻറ്റ് എങ്ങനെ എടുക്കണേ നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ OCI അപ്പോയിൻമെൻറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അപ്പോയിൻമെൻറ്റ് പേജ്. അപ്പം ഫസ്റ്റ് നമ്മൾ HCI ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ london.gov.in/appointment_home അതാണ് വെബ്സൈറ്റ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ വന്നിരിക്കുന്ന പേജിൽ ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻ്റ് ഉണ്ട്, സെർച്ച് ഓർ ക്യാൻസൽ ആൻഡ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ നമ്പറും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് സെലക്ട് സർവീസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ PCC ആൻഡ് അതർ മിസ്ലേനിയസ് കോൺസുലർ സർവീസസ് എന്ന് കൊടുക്കുക. OCI എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് OCI നമുക്ക് കൊടുത്തു നോക്കാം. OCI കൊടുത്തു നോക്കാം. എന്നിട്ട് ലണ്ടൻ ഗോസ്വെൽ റോഡിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്തു. അത് കൊടുത്തു കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടോ ഈ ഡേറ്റുകളിലൊക്കെ നമ്മൾ ഏത് ക്ലിക്ക് ചെയ്യാൻ നോക്കിയാലും പറ്റുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ ഇപ്പോൾ ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അപ്പം പുള്ളി പറഞ്ഞ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, OCIക്ക് പകരം നമ്മൾ PCC ആൻഡ് അതർ മിസ്ലേനിയസ് സർവീസസ്, കോൺസുലർ സർവീസസ് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ മിസ്ലേനിയസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലണ്ടൻ ഗോസ്വെൽ റോഡ് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡേറ്റുകൾ കാണുന്നുണ്ട്. പച്ച കളറിൽ ഡേറ്റുകൾ കണ്ടോ, 21st, 22nd, 23rd ഒക്കെ ഡേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് 21st സെലക്ട് ചെയ്യാം. നമുക്ക് കണ്ടോ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 21st സ്ലോട്ടുകൾ പറയുന്നത്, സമയങ്ങളെല്ലാം പറയുന്നുണ്ട്. 8:45 to 9. നമുക്ക് രാവിലത്തെ സ്ലോട്ട് തന്നെ സെലക്ട് ചെയ്യാം. നെയിം ഓഫ് ദി ആപ്ലിക്കൻ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാനിങ്ങനെ VFSൻ്റെ സൈറ്റിൽ പോയിട്ട് മിസ്ലേനിയസ് സെലക്ട് ചെയ്തിട്ടാണ് അപ്പോയിൻമെൻ്റ് എടുത്തത്. ഞാൻ ആദ്യമേ OCIയുടെ ബേസിൽ എടുക്കാൻ നോക്കിയപ്പോഴേക്കും അപ്പോയിൻമെൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. അതിലൊന്നിലും ഇതിനകത്തൊന്നും ക്ലിക്ക് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ അപ്പോയിൻമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ചെക്ക് ചെയ്തിട്ട് വൺസ് അത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ക്യാൻസലേഷനൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മുമ്പായിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഒരെണ്ണം ബുക്ക് ചെയ്യുക കിട്ടിയ ഡേറ്റിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും അടുത്ത ഡേറ്റുകളിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്കൊരു 3 ഡോക്യുമെൻറ്റ്സ് നമുക്ക് എക്സ്ട്രാ വേണ്ടിയതുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് നമുക്കൊന്ന് കണ്ടാലോ എന്താണെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യവും നമ്മൾ OCI ചെയ്യുമ്പോൾ ആൾക്കാർ ആപ്ലിക്കേഷനുമായിട്ട് അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികളുടെയൊക്കെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ, അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവരറിയുന്നത് 2-3 ഡോക്യുമെൻ്റ് എക്സ്ട്രാ വേണമായിരുന്നു, അതിൽ പിള്ളേരുടെ സൈൻ വേണമായിരുന്നു, കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പാരൻസ് ഒരാളായിരിക്കും ചിലപ്പോൾ പോകുന്നത്, 2 പേരുടെയും സൈൻ വേണ്ടിയ സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഒരു എക്സ്ട്രാ നടപ്പ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ഒരു 3 ഫോമാണ് ബേസിക്കലി. അത് ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലതൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻ്റായിട്ട് എൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴയ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ആ ഫോം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഫോം ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. PDF ഫയലാണ്. ഒരു 3 ഫോമുണ്ട്. ഫസ്റ്റ് ഈ കാണിക്കുന്ന പോലെ OCIയുടെ ഡിക്ലറേഷൻ ഫോമാണ്. ഇതെല്ലാവരും ഫില്ല് ചെയ്യേണ്ട സംഭവമാണ്. നമ്മളത് ചെയ്യണം. വളരെ സിമ്പിളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCI പാരൻ്റൽ കൺസെൻറ്റ് ലെറ്ററാണ്. പാരൻ്റൽ കൺസെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെയൊക്കെ ചെയ്യുമ്പോൾ, കുട്ടികളുടെ ഇപ്പം 3 കൊല്ലത്തേക്കായിരിക്കും പാസ്പോർട്ട്, 5 കൊല്ലത്തേക്കായിരിക്കും. അപ്പോൾ അത് പുതുക്കുമ്പോൾ നമ്മൾ OCIയും പുതുക്കേണ്ടതായിട്ടുണ്ട്. വലിയവരുടെ കേസിലാണെങ്കിൽ അത്ര പ്രശ്നമില്ല. വലിയവരുടെ കേസിൽ അവർ പറയുന്ന വയസ്സ് 50-ൽ താഴെയാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പാസ്പോർട്ട് 10 കൊല്ലത്തെ ബ്രിട്ടീഷ് പാസ്പോർട്ട് പുതുക്കിയാലും നമുക്ക് OCI പുതുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇപ്പം നിലവിൽ. ഇത് എന്ന് വേണമെങ്കിലും ചേഞ്ച് ആവാം ഈ കണ്ടീഷൻസും ഈ നിയമങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ OCIയുടെ വെബ്സൈറ്റിൽ പോയിട്ട് കറക്റ്റുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം OCI അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇതാണ് പാരൻ്റൽ കൺസെൻറ്റ് ലെറ്റർ. പിന്നെയുള്ള മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCI സെൽഫ് അണ്ടർടേക്കിംഗ്. അപ്പോൾ അതും നമ്മൾ ഫില്ല് ചെയ്യണം. അങ്ങനെ 3 ഫോമാണ്. അതിൽ പിള്ളേരുടെ കേസിലല്ലാതെ വലിയവരുടെ കേസിൽ ഈ സെൽഫ് അണ്ടർടേക്കിംഗ് ചെയ്യണം, നമ്മൾ OCI ഡിക്ലറേഷൻ ഫോമും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്, ആരുടെ കേസിലാണെങ്കിലും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ള ഫോമുകൾ. പിന്നെ നിങ്ങൾ നേരത്തെ മുമ്പേ കണ്ട പോലെ ഞാൻ ഫോം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ഒരു സാധനം പോലും വീട്ടിൽ വെച്ചിട്ട് പോരുത്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ നടപ്പ് ഒഴിവാക്കാൻ പറ്റും. അവർ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കൗണ്ടറിൽ ഇന്ന ഡോക്യുമെൻ്റ് എവിടെയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ ഒറിജിനലും അതിൻ്റെയൊക്കെ ഒരു കോപ്പി ആയിട്ട് പോവുക സേഫ് സോണിൽ നിൽക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ട് പോരാം. OCIയുടെ ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ട് പോരാം. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഈ OCIയുടെ കേസിൽ നമുക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് £194 ആണ്. ഫ്രഷ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്കിപ്പോൾ UK ചെയ്യുമ്പോൾ വരുന്നത്, VFS വഴി ചെയ്യുമ്പോൾ. അതേപോലെ നമുക്ക് മിസ്ലേനിയസ് ആപ്ലിക്കേഷൻ, അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ആ പാസ്പോർട്ട് ചേഞ്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ കുറച്ച് പേഴ്സണൽ പെർട്ടിക്കുലേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ £21 ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലോസ്റ്റ് ഓർ ഡാമേജ് ആയ OCI നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിന് £73 ആണ് ചാർജ് വരുന്നത്. അതേപോലെ പഴയ PIO കാർഡ്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന OCIക്ക് മുമ്പുണ്ടായിരുന്ന കാർഡ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് OCI ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് £66 ആണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഒരു സംശയവും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് എഴുതി ചോദിക്കാം. കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. ജൂലൈയിൽ ഓഗസ്റ്റിലൊക്കെ ആയിട്ടാണ് UK കൂടുതലും പേരും നാട്ടിലേക്ക് പോകുന്നത്, കുട്ടികളുടെ സ്കൂൾ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഓർത്തിട്ട് കാര്യങ്ങൾ ഉള്ള നേരത്തെ ചെയ്യുക. കാരണം ഇതിനെല്ലാം ഡിലേ എടുക്കും. ഒരു 2-3 മാസമൊക്കെ ചിലപ്പോൾ സമയം എടുത്തുനിന്ന് വരും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഇത് ചെയ്യുക. കാരണം ഇതിപ്പോൾ നമ്മളിപ്പം മാർച്ച് 8-ാം തീയതി ആയി ഇന്ന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അധികം നാളൊന്നുമില്ല. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 3-4 മാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ എല്ലാവരുടെയും OCIയും പാസ്പോർട്ടും എല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ എനിക്ക് പുതിയ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.